ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കൂടുതൽ ആരും ഇങ്ങനെ തയ്യാറാക്കിയതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസാണ്. ഇതിൽ പ്രത്യേകിച്ച് നമ്മളൊരു വേറൊരു ഐറ്റം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായി കാണാം. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ ഒരു കിഡിലൻ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഓറഞ്ച് ജ്യൂസൊക്കെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കയ്പ്പ് ടേസ്റ്റൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതും കൂടി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് ജ്യൂസ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള ഓറഞ്ച് എടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ വെള്ള നാരുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓറഞ്ച് ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെടുത്ത് ഉപയോഗിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വാടിയൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടും. അപ്പോൾ അത് ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ഓറഞ്ച് ജ്യൂസ് അടിക്കുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ 3/4 കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് പഞ്ചസാര ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഫുൾ സ്പീഡിലിട്ടിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ട് കൊടുക്കുക, എന്നിട്ട് നിർത്തി അടിച്ചെടുക്കുക. ഏകദേശം ഒരു 40 സെക്കൻഡ് മാത്രം മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുരുവൊന്നും ഇതിൽ അരഞ്ഞ് ചേരൂല. നമ്മൾ സ്പീഡിലിട്ടിട്ട് അടിക്കുകയാണെങ്കിൽ ഈ കുരുവൊക്കെ അരഞ്ഞ് ചേർന്നിട്ട് നല്ലൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നിർത്തിയിട്ട് വേണം നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ. പിന്നെ പഞ്ചസാര ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. പഞ്ചസാരയൊക്കെ ചേർത്തിക്കുകയാണെങ്കിൽ നമ്മളത് അലിഞ്ഞ് വരുന്നവരെ നമ്മൾ അടിച്ചെടുക്കും അല്ലേ. അപ്പോൾ ആ കുരുവൊക്കെ ഇതിൽ ചേരും. ഇപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിൽ 3/4 കപ്പ് വെള്ളം മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓറഞ്ച് നല്ല ജ്യൂസി ആയിട്ടുള്ള ഓറഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓറഞ്ചിലുള്ള ആ കുരുവൊക്കെ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒന്നും പൊട്ടുപോലും ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കുരു ഒട്ടും തന്നെ ഇതിലേക്ക് അരിഞ്ഞ് ചേരൂല. അപ്പോൾ പലരും ഈ കാര്യം ശ്രദ്ധിക്കൂല കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഫുൾ സ്പീഡിലിട്ട് തന്നെ അടിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുരു ഒട്ടും ഇതിലൊന്നും അരിഞ്ഞു ചേരാതെ നമുക്ക് നല്ല കയ്പൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കുരുവൊക്കെ എടുത്ത് മാറ്റണം. ഓറഞ്ചിൻ്റെ അയലിൽ നിന്ന് എല്ലാം മുറിച്ചെടുത്ത് മാറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പത്തിലാണ്. നമ്മളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഫുൾ സ്പീഡിലിട്ടിട്ട് അടിച്ചെടുക്കാതിരുന്നാൽ മതി. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. 3/4 കപ്പ് വെള്ളം മാത്രം കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ വെറും വെള്ളം മാത്രം ചേർത്തിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മളിതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനിയാണ് അതൊക്കെ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു മിക്സിയുടെ ജാറിനെ എടുക്കുക, അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അത് പീസായിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്. പീസായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അതൊന്ന് ചതച്ചിട്ട് അതിൻ്റെ ഒരു നീരെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണോളം നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി നീര് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓറഞ്ചിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, ചെറുതായിട്ടൊരു എരിവും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചേർക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി തന്നെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു 20 സെക്കൻഡോളം മീഡിയം സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോഴേക്കും ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരും. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല ജ്യൂസിലും നമ്മൾ പാലൊക്കെ ചേർക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ജ്യൂസിൽ പരമാവധി നമ്മൾ പാല് ചേർക്കാറില്ല. പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതാവുമ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. നമ്മൾ സാധാരണയായിട്ട് അടിക്കുന്ന ഓറഞ്ച് ജ്യൂസൊന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റിയാണിത്. അപ്പോൾ ഓറഞ്ചൊക്കെ കിട്ടുന്ന ഒരു സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.